നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ നെഞ്ചിലേറ്റി പുതുയുഗ യാത്രയുമായി നമ്മൾ പോവുകയാണ്. കേരളത്തിൽ ജനങ്ങളുടെ ആഗ്രഹം ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗ പിറവി ഉണ്ടാകണം എന്നാണ്. അത് നമ്മൾ സാധ്യമാക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം, ഈ ഭരണം കേരളത്തിന്റെ സമസ്ത മേഖലകളെയും തകർത്തിരിക്കും. നാടിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് അതിന്റെ സമ്പദ് വ്യവസ്ഥയാണ്. കേരളം ഇന്ന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ നട്ടെല്ല് തകർന്നു കിടക്കുകയാണ്. അടുത്ത മാസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് സലാം പറയും, ഒരു സംശയവും വേണ്ട. പക്ഷേ പോകുന്ന പോക്കിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. എല്ലാ മേഖലകളിലുമുണ്ടായ തകർച്ച, ഈ സാമ്പത്തിക തകർച്ച നമ്മുടെ ജീവിതങ്ങളെ വരെ ബാധിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 12 മാസക്കാലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. 1ാം സ്ഥാനം വേറെ ആർക്കും വിട്ടുകൊടുക്കൂല വിലക്കയറ്റത്തില്. സപ്ലൈകോയ്ക്ക് മാർക്കറ്റിൽ ഇടപെടാൻ കഴിയില്ല. കാരണം കോടികളാണ് സപ്ലൈകോയ്ക്ക് ഗവൺമെന്റ് കൊടുക്കാനുള്ളത്. ആശുപത്രികളിൽ ചെന്നാൽ മരുന്നില്ല. കാരണം മരുന്ന് പുറത്തേക്ക് എഴുതി തരികയാണ്. മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ്. ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സാധാരണക്കാരന്റെ വാഹനമായ KSRTCയിൽ 47,000 ജീവനക്കാരുണ്ടായിരുന്നു. ഇപ്പൊ എത്രയാണെന്നറിയാമോ? 22,000. 5,000 ഷെഡ്യൂൾ ഉള്ളത് 2,000 കുറഞ്ഞു. അത് തകരുകയാണ്. വൈദ്യുതി ബോർഡ് നമ്മുടെ കാലത്ത് നമ്മൾ ലാഭത്തിലാക്കി. ഒരു യൂണിറ്റിന് 22 പൈസ കുറച്ചു കൊടുത്തു. ഈ 10 കൊല്ലം കൊണ്ട് ലാഭത്തിലായ വൈദ്യുതി ബോർഡിന്റെ കട എത്രയാണെന്നറിയാമോ? ഞെട്ടരുത്, 50,000 കോടി. അത്രേ പറ്റിയുള്ളൂ കടത്തിലാക്കാൻ. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. ഇപ്പൊ വീണ്ടും ഒന്നുകൂടി കൂട്ടാൻ എഴുതി കൊടുത്തിട്ടാണ് ഇവർ നിൽക്കുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. 7 ക്ഷേമനിധികൾ തകർന്നു. നിങ്ങൾ ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക്, അധ്യാപകർക്ക് സർക്കാർ കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടിയാണ്. നമ്മൾ ഇനി പ്രതിപക്ഷം മാത്രമല്ല, അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണിയാണ്. എവിടെ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടോ അവിടെ നമ്മൾ വിജയിക്കും. എവിടെ ഇവർ കേരളത്തെ തകർത്തോ അവിടെ നമ്മൾ നമ്മുടെ കേരളത്തെ പുനർജനിപ്പിക്കും. നമ്മൾ കഠിനാധ്വാനം ചെയ്ത് കൃത്യമായ പരിപാടികൾ, സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. എല്ലാത്തിനും ബദൽ പദ്ധതികളുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് 1.5 കൊല്ലം മുമ്പ്. ഇപ്പൊ വ്യക്തമായില്ലേ? വയറ്റിൽ കത്രികയാണ് 5 കൊല്ലമായിട്ട്. എന്നിട്ട് പറയാണ് ഒരു 60 കൊല്ലം കിടക്കുന്നു കത്രിക. ഇവരുടെയൊക്കെ വയറ്റിലായിരുന്നു കത്രികയെങ്കിലോ? ഇപ്പൊ കണ്ടില്ലേ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്നലെ ഒരു നാടകം നടത്തി കണ്ണൂർ ആരോഗ്യമന്ത്രി. സത്യത്തിൽ ഓസ്കാർ അവാർഡിന് ശുപാർശ ചെയ്യണം. ഉർവശി അവാർഡൊന്നും പോരാ. ഉർവശി അവാർഡ് പോരാ, ഓസ്കാർ അവാർഡിന് എന്തൊരു അഭിനയമായിരുന്നു. ഇന്നിപ്പോ എല്ലാവർക്കും ബോധ്യമായല്ലോ, ഒരു തെളിവ് പോലും ഇല്ല. വെറുതെ അഭിനയിച്ചുണ്ടാക്കിയ പരിക്കാണ്. മുദ്രാവാക്യം വിളിച്ച പെടലിക്ക് വേദന വരുമോ? മുദ്രാവാക്യം വിളി കേട്ട പെടലിക്ക് വേദന വരുമോ? അതിലേക്ക് ഞാനും രമേശിയൊക്കെ പെടലി വേദന എടുത്തിട്ട് നടക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നല്ലോ, അല്ലേ? എന്തൊരു നാടകമാണ്.